അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ ഇന്ന് നടന്ന ലിസാനുൽ ഖുർആനിൻ്റെ ആൻസർ കീയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തത് നളൗ ഫിഅലൻ മുനാസിബൻ ഫിൽ ഫറാഇ. ഇവിടെ വിട്ടുപോയ ഭാഗത്ത് ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചവ തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഡാഷ് അൽ ബിന്തു ഇൽ മദ്റസത്തി. പെൺകുട്ടി മദ്രസയിലേക്ക് എന്താണ്? തെൽഅബു അല്ല, ജാഅത്ത് വന്നു. പെൺകുട്ടി മദ്രസയിലേക്ക് വന്നു. അപ്പോൾ ജാഅത്തിൽ ബിന്തു ഇൽ മദ്രസത്തി. പെൺകുട്ടി ആയതുകൊണ്ട് ജാഅത്ത് എന്നാണ് വരിക. രണ്ടാമത്തെ ചോദ്യം, ഡാഷ് അൽ മുഅ്മിനു ദീനല്ലാഹി. മുഅ്മിനീങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെ എന്ത് ചെയ്യും? യഖ്തുലു അല്ല, കൊല്ലുന്നു എന്നർത്ഥം അല്ല. യൻസുറു, സഹായിക്കുന്നു, അതാണ് ശരി. യൻസുറുൽ മുഅ്മിനു ദീനല്ലാഹി. മുഅ്മിനീങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നു. മൂന്നാമത്തത് ഡാഷ് അൽ മർഅതു ദാഹിലുൽ ബൈത്തി. സ്ത്രീ വീടിൻ്റെ ഉള്ളിൽ എന്താണ്? കാമല്ല, അക്കലത്തല്ല. തഖൂമു, നിൽക്കുന്നു. തഖൂമുൽ മർഅതു ദാഹിലുൽ ബൈത്തി. നാലാമത്തത് ഡാഷ് അൽ വലതു അൽ ഹയ്യത്ത. കുട്ടി പാമ്പിനെ എന്ത് ചെയ്തു? ഖത്തല, കൊന്നു. ഖത്തലൽ വലതു അൽ ഹയ്യത്ത, കുട്ടി പാമ്പിനെ കൊന്നു. അഞ്ചാമത്തെ ചോദ്യം, ഡാഷ് അൽ ഉസ്താദു അലൽ കുർസി. ഉസ്താദ് കസേരയുടെ മേൽ എന്താണ്? യഖ്തുലു, കൊല്ലുന്നു അല്ല. എജ്ലിസു, ഇരിക്കുന്നു. ഉസ്താദ് കസേരയുടെ മേൽ ഇരിക്കുന്നു. രണ്ടാമത്തത് നക്തുബുൽ മജ്ഹൂലിൽ അഫ്ആലിൽ ആത്തിയ. താഴെ കൊടുത്ത ഫീലുകളുടെ മജ്ഹൂൽ എഴുതാനാണ്. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത മോഡൽ ചോദ്യപേപ്പറിൽ നമ്മൾ ഈ ചോദ്യങ്ങളുടെ ഏകദേശം മോഡലുകളെല്ലാം പറഞ്ഞിരുന്നു. ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് അധികവും വന്നിട്ടുള്ളത്. ഒന്നാമത്തത് ജമാ എന്നതിൻ്റെ മജ്ഹൂൽ എഴുതാനുള്ളതാണ്. ഇവിടെ കൊടുത്തതെല്ലാം എന്താണ്? മാളിയാണ്. ജമാ, കതബ, കാല, മദ്ദ, ഇതെല്ലാം പാസ്റ്റാണ്, മാളിയാണ്. ജമാ അതിൻ്റെ മജ്ഹൂൽ എഴുതാനാണ്, ജുമിയ. രണ്ടാമത്തത് യംനഉ, ഇവിടെ മുളാരിയാണ്. അതിൻ്റെ മജ്ഹൂൽ എങ്ങനെയാണ്? യുംനഉ. മൂന്നാമത്തത് കതബ, കുത്തിബ. 4 യക്തുബു, യുക്തബു. 5 കാല, ഖീല. നമ്മൾ ബ ആ ബി ആ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ എങ്ങനെയാണ്? നമ്മൾ പ്രത്യേകം പറഞ്ഞ ഭാഗമാണ്. കാല, ഖീല. 6ാമത്തത് യഖൂലു, യുഖാലു. ഓക്കെ. 7ാമത്തത് മദ്ദ, മുദ്ദ. 8 യമുദ്ദു, യുമദ്ദു. ഓക്കെ. മൂന്നാമത്തത് ഇവിടെ മൻഫി ചേർത്ത് കൊടുക്കാനാണ്, ജദവൽ പൂർത്തിയാക്കാനാണ്. മുസ്ബത്തിനെ മൻഫിയാക്കാനാണ്. ദഹബ റക്കിബ്തു ഹലറ. ദഹബ, പോയി. നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞതുപോലെ ദഹബ, മാ ദഹബ. റക്കിബ്തു, മാ റക്കിബ്തു. ഹലറ, മാ ഹലറ. ഒരു മാ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള രണ്ടും മാറും, കാരണം ബാക്കി രണ്ടും മുളാരിയാണ്. നമ്മൾ മാളിയുടെ മുമ്പ് എന്താ ചേർക്കേണ്ടത്? മംഫിയാക്കാൻ മാ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. മാ ഹലറ, മാ റക്കിബ്തു, മാ ദഹബ. പക്ഷെ ഇവിടെ മുളാരിയാണ്. യുഅ്മിനു, അതുപോലെ യക്ദിബു. യുഅ്മിനു എന്നാകുമ്പോൾ എന്താണ് മംഫി വരിക? ലാ യുഅ്മിനു. അതുപോലെ യക്ദിബു, ലാ യക്ദിബു. ഇത് മുഴുവൻ ശരിയാക്കിയാൽ 10 മാർക്ക് ലഭിക്കും. ഇതിൽ 10 മാർക്ക് ലഭിച്ചവർ കമൻ്റ് ചെയ്യണം. ഓക്കെ. നാലാമത്തത് നുസരിഫു, സൊറഫാക്കാനാണ്. ഇവിടെ വിട്ടുപോയവ പൂരിപ്പിച്ചു കൊടുക്കാനാണ്. യഖൂലു, യഖൂലു യഖൂലാനി യഖൂലൂന. തഖൂലു തഖൂലാനി യഖുൽന. 2 ബാഅ ബാഅ ബാഉ. ബാഅത്ത് ബാഅത ബിഅന. ഓക്കെ. മൂന്നാമത് തമുദ്ദൂന, തമുദ്ദൂന. തമുദ്ദീന, തമുദ്ദാനി, തംദുദിന. ഓക്കെ. അമുദ്ദു, നമുദ്ദു. അങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത്. 12 മാർക്കാണ് അതിന് ലഭിക്കുക. അഞ്ചാമത്തത് പൂർത്തിയാക്കാനാണ്. നമ്മുടെ 2ാമത്തെ പാഠത്തിലെ ആ സംഭാഷണത്തിൽ നിന്ന് വന്ന ഭാഗമാണ്. അസ്ലം പറയാണ്, അയിന അൻവറു, അൻവർ എവിടെയാണ്?
മാ ജാ ഇലൽ മദ്രസത്തി, മദ്രസയിൽ വന്നിട്ടില്ല. അപ്പോൾ മുർഷിദ് പറയാണ് മാ റഅയ്തുഹു മുൻദു ഡാഷ്, മാ റഅയ്തുഹു മുൻദു സലാസത്തി അയ്യാമിൻ. അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. രണ്ടാമത്തത് അദാത്തു നഫീ ഫിൽ മാലി, മാലിയിൽ നഫിയുടെ അടയാളം എന്താണ്? ഹർഫു മാ, മാ എന്ന ഹർഫാണ്. എവിടെ? ഫി അവലിൽ ഫിഅലി, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അദാത്തു നഫീ ഫിൽ മാലി ഹർഫു മാ ഫി അവലിൽ ഫിഅലി, ഫെയിലിന്റെ ആദ്യത്തിൽ മാ എന്നു വരലാണ്, ചേർക്കലാണ്. മൂന്നാമത്തത് ഇദാ ദഹല ഹർഫു ലാ ഫി അവലിൽ ഫീലിൽ മുളാരി യകൂനു മൻഫിയ, ലാ എന്ന ഹർഫ് മുളാരിയായ ഫീലിന്റെ ആദ്യത്തിൽ വന്നാൽ അതെന്താകും? മൻഫിയാകും. വ ഇല്ല, ഇനി ലാ എന്ന് വന്നിട്ടില്ലെങ്കിലോ യക്കൂനു മുസ്ബത്ത, അത് മുസ്ബത്താകും. അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്, യക്കൂനു മുസ്ബത്ത. ആറാമത്തത് നുത്തർജിം, നമ്മൾ അർത്ഥം എഴുതി കൊടുക്കാനാണ്. അറബി മലയാളത്തിലാണ് എഴുതേണ്ടത്. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ നിന്നാണ് വന്നത്. ലുരിബുർ റജുലു ഫീ ദുൽമത്തിൽ ലൈലി, രാത്രിയുടെ ഇരുളിൽ പുരുഷൻ അടിക്കപ്പെട്ടു. മജൂഹുൽ ഉദാഹരണം പറഞ്ഞതാണ്. ഇവിടെ ആരാ അടിച്ചതെന്ന് പറഞ്ഞിട്ടില്ല, അടിച്ചാളെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൽ നിന്ന് വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ കുറച്ച് ഭാഗങ്ങൾ തുടക്കത്തിൽ പറയുന്നുണ്ട്, അവയിൽപ്പെട്ടതാണ് ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. അർത്ഥം കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഓക്കെ. ഏഴാമത്തെ ചോദ്യം നുഅരിബു, അറബിയിലേക്ക് ആക്കാനാണ്. ചോദ്യം ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും. ഞാൻ പോകും എന്നുള്ളത് എന്താ പറയാ? അദ്ഹബു, ഞാൻ പോകും. അദ്ഹബു ഇലൽ മദ്രസത്തി ഓദൻ, നാളെ എന്നുള്ളതിന് ഓദൻ. അദ്ഹബു ഇലൽ മദ്രസത്തി ഓദൻ. ഓക്കെ. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലാഹു തആല വിജയം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.